ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുള്ള അമ്മമാർ സാധാരണ പുറത്തുകൊണ്ട് പോകുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ചാക്കുണ്ടായിരിക്കും. ഞാനും അതുപോലെ ചെറിയൊരു കുട്ടിയുടെ അമ്മയും. അപ്പം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ കൊണ്ടുപോവാറ്, ഇത് കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ബാഗിനെ കുറിച്ച് പറയാം. ഈ ബാഗ് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഇപ്പോൾ 2 വർഷത്തോളമായി ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടത്. 100 ദിർഹമാണ് ഇതിന് വിലയാന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് കേട്ടോ. പിന്നെ ഇതിനെ പറ്റി പറയാം. ഈ ബാഗിന് ഇങ്ങനെ ഒരു ഫസ്റ്റിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റും ബാക്കിലിതാ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഉള്ളിലെ കാര്യമാണെങ്കിൽ ഇതിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്, അതായത് ഒറ്റപ്പാട് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും. ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇതിന് സെക്ഷൻ ആക്കിയിട്ടുണ്ട് സെൻറ്ററിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം സാധനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. വേണ്ട, അപ്പം ഇനി എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ്, ഒരിക്കലും ഒരമ്മയ്ക്ക് കൊണ്ടു നടക്കാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മരുന്ന്. ഇത് ചെറിയ മോൻ്റെ പനിയുടെ മരുന്ന് കേട്ടോ. ഇത് എങ്ങനെയായാലും എൻ്റെ ബാഗിൽ ഞാൻ കരുതും. കാരണം പുറത്ത് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോണ ദിവസം പ്രത്യേകിച്ചും അവർക്ക് പനി വരും. അതുകൊണ്ട് ഞാൻ കരുതി വയ്ക്കുന്നതാണിത്. ഫസ്റ്റ് സാധനമാണ് കേട്ടോ. ഇനിയുള്ളത് അടുത്തതും മെഡിസിനാണ്. വേണ്ടോ, പാരസിറ്റമോളാണ്. ഇത് വലിയ ആൾക്ക്, ഇത് എനിക്ക്, 2 ആൾക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് സമാധാനമാണ് പുറത്ത് പോയി വരുമ്പോൾ മരുന്നുണ്ടാവുന്നതുകൊണ്ട്. പിന്നെ ഞാൻ ബാഗിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത സാധനം, എപ്പോഴും ആവശ്യമുള്ളൊരു സാധനം കേട്ടോ, പെർഫ്യൂമാണ്. ബ്ലൂ ലേഡിയിട്ടാണ് പെർഫ്യൂം. ഇത് എപ്പോഴും ഞാൻ ബാഗ് കരുതും. കാരണം ഇപ്പം ചൂട് കൂടുതലാണ്. ഇപ്പൊന്നല്ല, എപ്പോഴും പുറത്തിറങ്ങിയെങ്കിൽ ചൂട് കുറച്ച് കൂടുതലാണ്. അങ്ങനെ വേർപ്പിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതൊന്ന് കരുതും. ഭയങ്കര സ്മെല്ലാട്ടോ ഇതിന്. എന്നുവെച്ചാൽ ഒരു കുത്തുന്ന സ്മെല്ലൊന്നുമല്ല, നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. സൂപ്പർ സാധനം, എനിക്കിഷ്ടട്ടോ. പല ആളുകൾക്കും പല സ്മെല്ലുകളാണല്ലോ ഇഷ്ടം. പിന്നെ ഉള്ളതാണ്, അയ്യോ, പൊട്ടും പാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളത് പൊട്ട് കാണാനില്ല. ഇതിനകത്തുണ്ട് ഇതുപോലെ കുറേ പൊട്ടിൻ്റെ പാക്കറ്റ്സ് വെച്ച് വെക്കട്ടോ. അതെവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇതേ അസുഖമുള്ള കുറേ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. കാറ്റ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടാവും കേട്ടോ. ഒരുപാട് പുതിയ ഒക്കെ കണ്ടാൽ മേടിക്കും, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിന് ഓർമ്മ ഉണ്ടാവില്ല എവിടെ വെച്ചെന്ന്. അപ്പോൾ ഒന്നെന്ത് ചെയ്യും, ബാഗിൽ ഇങ്ങനെ എടുത്തിടും. എന്നാലും ഭക്ഷണം നേരത്തെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പിന്നുള്ളൊരു സാധനം, ഇതാ 2 ക്രാബ്. പൊട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ക്രാബിൻ്റെ കാര്യം. 2 എവിടെ വയ്ക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. മേടിച്ചാൽ എവിടെ പോയി, എൻ്റെ അമ്മയ്ക്കൊരു പറച്ചിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നാൽ പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കൊടുക്കുക. തിരിച്ച് പോരണന്ന് അമ്മ കണ്ടോ അച്ഛൻ കണ്ടോ ചോദിച്ചെടുക്കട്ടെ. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു 2-3 ബാഗിനകത്തിടും. പിന്നെ ഉള്ളതാണ് കുറച്ച് സേഫ്റ്റി പിൻ. ഇതെപ്പോഴും ആവശ്യം കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളത് ഒരു സാധനമുണ്ട്, ഒരു ചീപ്പ്. ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചീപ്പാട്ടോ. ഇത് മോന് അവൻ്റെ അച്ഛൻ കൊടുത്തതായിരുന്നു. അത് അവൻ്റെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റിയതാണ്. പിന്നെ കുറച്ച് ലിസ്റ്റ് പേപ്പർ എന്തൊക്കെയോ കാര്യങ്ങൾ. പിന്നെ മോന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലും കുപ്പിയോട് കൂടിയിട്ടുള്ളൊരു സ്പൂൺ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. പാലും കുപ്പിയൊക്കെ ഞാൻ കഴുകി താഴെ വെച്ചിട്ടില്ല. ആ പാലും കുപ്പി ഞാൻ കൂടെ എന്തായാലും കരുതും. പിന്നുള്ളതാണ്, അതിലൊന്നും കാണുന്നത് ഒരു കവർ. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂത്ത മോന് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ്.
കാറിലിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് ബാഗൊക്കെ ഇടുന്നുണ്ട്. ഇനിയുള്ള സാധനം എൻ്റെ സാധനമായിട്ടോ. അപ്പം ഇതാ ഈ സാധനം, ഇത് ഒരു ക്രീമാണ് കേട്ടോ, ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഈ ക്രീമാണ്, പോൺസിൻ്റെ അടിപൊളി സാധനമായിട്ട്. ഇതൊരു യൂസ് ചെയ്തിട്ട് ഭയങ്കര നമ്മുടെ സ്കിന്നിങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഒരൊറ്റ നമ്മൾ അപ്ലൈ ചെയ്താൽ അത് ഭയങ്കരമായിട്ട് സെറ്റ് ആവുന്നുണ്ട് എനിക്ക് കേട്ടോ. ചിലപ്പോൾ ചില ആളുകളുടെ സ്കിന്നിന് അത് ചേർന്നോളണമെന്നില്ല. എനിക്ക് സൂപ്പറായിട്ട് ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കയ്യിൽ തരും. പിന്നെയുള്ള സാധനമാണ് പാമ്പേഴ്സ്. ഇതൊന്നും എന്തായാലും ബാഗിലുണ്ടാവും. എക്സ്ട്രാ ഒന്നാണിത് കേട്ടോ. പിന്നെ പോണ സമയത്ത് ഒന്നും കൂടി ഇതിലേക്ക് എടുത്തിടും. ഇതെന്തായാലും ആവശ്യമുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ അവൻ്റെ ഒരു കൂട്ടം ഡ്രസ്സ് ഉണ്ടായിരിക്കും. അതിപ്പോൾ ഞാൻ തൽക്കാലം ബാഗിലില്ല. അതൊക്കെ എടുത്ത് വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടോ. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി എന്തായാലും നമ്മൾ കുട്ടികൾക്ക് മസ്റ്റായി കരുതണം, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ. ഞാൻ അവൻ്റെ മാത്രമല്ല മൂത്ത ആളും കരുതും. കാരണം പുറത്തുനിന്ന് ഭയങ്കരമായി കളിച്ച് കഴിഞ്ഞിട്ട് ചളി ആയിട്ടുണ്ടാവും. ഒരു പൂരത്തിന് പോയ അവസ്ഥയായിരിക്കും. എന്നിട്ട് അവസാനം വരുമ്പോൾ ഫുൾ ചളിയായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ആ വേഷത്തിൽ ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ വരാനോ പറ്റില്ല. ചിലപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കയറുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവനൊരു ടീഷർട്ട് എന്തെങ്കിലും ഞാൻ കരുതി വയ്ക്കും. പിന്നെ ഉള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാ വാലറ്റാണ് കേട്ടോ. വാലറ്റിൽ കുറേ കാർഡ് കാര്യങ്ങളുള്ളൂ, പൈസ അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങനെ ആരും കൊണ്ട് പെട്ടെന്ന് നടക്കാത്തൊരു സാധനമുണ്ട് എൻ്റെ ബാഗിൽ. ഇതങ്ങനെ എല്ലാവരും കൈ കൊണ്ട് നടക്കാറുണ്ടാവില്ല. പക്ഷേ ഇതൊന്നും മസ്റ്റാട്ടോ. നമുക്ക് നമ്മൾ പനി നോക്കുന്ന എന്താ അതിന് പറയുമല്ലോ, അയ്യോ എന്തായിരുന്നു ഇതിൻ്റെ പേര് കിട്ടുന്നില്ല കേട്ടോ. എന്താ തെർമൽ എന്തോ ഒരു സാധനം, പനി നോക്കണ സാധനം അതല്ല കേട്ടോ. പനി ഉണ്ടോയെന്ന് നടക്കാനാണ് ഇത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓണാക്കിയ ശേഷം അപ്പോൾ വേണ്ട ഇവിടെ കത്തും. എന്നിട്ട് ഇവിടെ ഓണാക്കുമ്പോൾ നമ്മുടെ ഇവിടെ നെറ്റിയുടെ ഈ ഭാഗത്ത് വെക്കണം കേട്ടോ. ഈ ഭാഗത്ത് വയ്ക്കുമ്പോൾ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മഞ്ഞ ലൈറ്റ് കത്തുട്ടോ. നല്ല പനിയാണെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. മൂത്ത മോൻ എപ്പോഴും 102 ആ റേഞ്ചിലേ പനി വരുള്ളൂ. അപ്പോൾ മിക്കവാറും ചുവപ്പാണ് അവിടെ കത്താറ്. അധികം അങ്ങനെ കേട്ടോ, അവന് പെട്ടെന്ന് പനി വരും. പിന്നെ ഉള്ളതാണ് ഒരു ഹെഡ്സെറ്റ്. ഇത് ഇങ്ങനെ കെട്ട് കുരുങ്ങൂലെന്ന് പറഞ്ഞിട്ട് ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റ്, ഇങ്ങനെ വയേർഡായിട്ടുള്ള, അതായത് ഇവിടെ ഒരു ക്ലോത്താണ് കേട്ടോ. കെട്ട് കുരുങ്ങൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. ആ ഭാഗം കെട്ട് കുരുങ്ങുന്നില്ല, ശരിയാണ്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, കണ്ട ഈ പോർഷൻ വയറാണ്. ഇത് അപ്പോൾ കെട്ട് കുടുങ്ങും. ഈ ഹെഡ്സെറ്റ് കെട്ട് കുടുങ്ങാതിരിക്കാൻ എന്തെങ്കിലും ഒരു ട്രിക്കോ ടിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഇത് ഒഴിവാക്കുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ടിപ്സോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. എപ്പോൾ നോക്കിയാലും ഇത് കെട്ട് കുടുങ്ങും. ഇനി നിവർത്തി വെച്ചാലും കെട്ട് കുടുങ്ങും. എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നുള്ളത് ഇതാ ജലദോഷത്തിൻ്റെ ഒരു മരുന്നാണ് കേട്ടോ. മൂക്കിലിങ്ങനെ കുട്ടിയുടേതാണേ, ചെറിയ അളവാണ്. ഇതൊന്നും കയ്യിലുണ്ടാവും. പിന്നെ എൻ്റെ ബാഗിലുള്ള വേറൊരു സാധനമാണ് ഫോണിൻ്റെ പഴയ കേസുകൾ. ഇതിങ്ങനെ എടുത്ത് വയ്ക്കും കേട്ടോ. ഇത് ഒഴിവാക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡുണ്ടല്ലോ, ഈ പോർഷനൊക്കെ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് ഇതുണ്ടോ, ഇവിടെ ഈ പോർഷനൊക്കെ ഇങ്ങനെ ഒരു കളറ് ചേഞ്ച് ആയി ഒരു മഞ്ഞ കളറായിരുന്നു. അപ്പോൾ ഞാൻ മാറ്റിയതാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു സാധനമൊക്കെ അതിൻ്റെ പോയി, അപ്പോൾ പിന്നെ മാറ്റി. ഇതും അതുപോലെ ഫോൺ ഇതിൻ്റെ ഉള്ളിൽ നൂരി വിടാൻ തുടങ്ങിയപ്പോൾ മാറ്റിയതാട്ടോ. അപ്പോൾ അതൊക്കെ കയ്യിലില്ല. പിന്നുള്ളത് ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. മൂത്ത കുട്ടിയാണ്, കുറച്ചുകൂടി ചെറുതാകുമ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഞങ്ങൾ
ലാസ്റ്റ് ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയാണ് വിസയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളൊരു സാധനമാണ് വാച്ച്. എങ്ങനെയെങ്കിലും പോകാൻ നേരത്ത് ഈ സാധനമൊന്നും കൈ കെട്ടാൻ മറക്കും. പക്ഷേ എട്ടപ്പെടേ ചെടപെടേന്ന് പറഞ്ഞിട്ടാണ് മാറ്റലും പോകലും കേട്ടോ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊക്കെ അങ്ങനെ ഓടാറ്. അപ്പം ഒന്ന് ബാഗിൽ വെക്കും. ഇതിപ്പോൾ ചാർജ് തീർന്നിട്ടുണ്ട്, കുത്തിയേക്കണം. വീട്ടിൽ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഇപ്പോൾ ചാർജ് ചെയ്തത് കഴിഞ്ഞത് അറിയാൻ പറ്റി. പിന്നുള്ളതാണ് ഒരു സാനിറ്റൈസർ. ഇത് നമുക്ക് എപ്പോഴും അത്യാവശ്യം, കൊറോണയൊക്കെ വന്നു പോയി മാറി എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. എപ്പോഴും അപ്ലൈ ചെയ്യാനല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഹോസ്പിറ്റലിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എപ്പോഴും കൈ കരുതുന്നത് നല്ലതാട്ടോ, എൻ്റെ അഭിപ്രായം. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാട്ടോ ഞാനിത് എപ്പോഴും കരുതുന്നത്. പിന്നുള്ളൊരു സാധനമാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യാണ് കേട്ടോ. നെയ്യാണ്, നമ്മളിവിടെ പടിയത്തെന്ന് പറയും, അതിൽ നിന്ന് മേടിച്ചിട്ടുള്ള നെയ്യാണ്. കുട്ടികളുടെ ഞെട്ടൽ, പെട്ടെന്ന് രാത്രി കരയുക, പിന്നെ പനി കൂടുമ്പോൾ അപസ്മാരം അങ്ങനെയുള്ളതൊക്കെ വരില്ലേ. ഇത് അപസ്മാരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഫിക്സ് തന്നെ അപസ്മാരം. കുട്ടിക്ക് ഇങ്ങനെ ബലം പിടിക്കുന്ന പോലെയൊക്കെ വരില്ലേ, ആ സമയത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. ഇത് ഓരോരുത്തരുടെ വിശ്വാസം കേട്ടോ. ഞാനിന്ന് ഇത് ചെയ്താൽ എല്ലാതും മാറും എന്നൊന്നും പറയല്ല. ഇതാ നമ്മൾ പൊതുവെ കുഞ്ഞു കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡബ്ബ മേടിച്ച് കയ്യിൽ വെക്കും. അവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് ഇതാക്കി കൊടുക്കും കേട്ടോ. കഴിക്കാനല്ല, ജസ്റ്റ് അവരെ തൊട്ട് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത് കയ്യിലുണ്ടായതിൻ്റെ ശേഷം ഒരുപാട് അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ, അസുഖം മീൻസ് രാത്രി നെറ്റ് കരയലൊന്നും അങ്ങനെ വല്ലാണ്ടില്ല കേട്ടോ, ഇത് വെക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം. മൂത്ത ആൾക്കും ഞാൻ ഇതുപോലെ ഒന്ന് കരുതിയിരുന്നു, പക്ഷേ അന്ന് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ, അന്നൊന്നും വല്ലാണ്ടൊന്നും ചെയ്തു കൊടുക്കൊന്നുമില്ലായിരുന്നു. അവന് 1 വയസ്സായപ്പോൾ ഇതുപോലെ പനി കൂടിയിട്ട് ഫിക്സൊക്കെ വന്നായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കാര്യമായിട്ട് ഇത് യൂസ് ചെയ്യായിരുന്നു, പക്ഷേ അതിന് ശേഷം പിന്നെ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കാം ചിലപ്പോൾ, പക്ഷേ എന്തായാലും എനിക്കിത് വർക്കൗട്ടുമാണ്, എനിക്കതിൽ വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്ന് വീഡിയോയിൽ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻസ് പറയുക, എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക. പിന്നെ ഇതുവരെ നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു, ബൈ ബൈ.